ഓക്കെ, മുനവർ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല, സംസാരിക്കാൻ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. റൈറ്റ്. സോ ഇത് നമ്മുടെ KSന്റെ ഫസ്റ്റ് മെന്റർഷിപ്പ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുന്നോടിയായി എനിക്ക് വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ഞാൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഡൗട്ട് അബൌട്ട് ദ കറന്റ് അഫയേഴ്സ്. കറന്റ് അഫയേഴ്സ്. കറന്റ് അഫയേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കണോ, നോട്ട് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഇല്ല, കറന്റ് അഫയേഴ്സിന് എങ്ങനെ നോക്കണം, ഏത് രീതിയിൽ നോക്കണം എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. നമ്മുടെ എക്സാം, ഓക്കെ, ഓ സോറി, നമ്മുടെ എക്സാം ജൂണിലാണ് അല്ലെ? ജൂണിലല്ലേ എക്സാം? അപ്പൊ നിങ്ങൾ ഇതുവരെ ന്യൂസ് പേപ്പർ ഒന്നും റീഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അല്ലെ? ഇതുവരെ റീഡ് ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു ന്യൂസ് പേപ്പർ ഒന്നും തൊട്ട് നോക്കാനില്ല അല്ലെ? ഇങ്ങനെയുള്ള നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ ഇപ്പൊ എടുത്ത് റീഡ് ചെയ്യുന്നു, വെദർ ഇറ്റ്സ് ഹിന്ദുവോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസോ, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമോ ഇല്ലയോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിന്റെ ഉത്തരം എനിക്ക് താ. ഇതുവരെ നിങ്ങൾ ന്യൂസ് പേപ്പർ ഒന്നും റീഡ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികളുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, ദാറ്റ്സ് എ ഡിഫറെന്റ് കേസ്. നിങ്ങൾ KS ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ്. ഇതുവരെ ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്തിട്ടില്ല, ഹിന്ദു ആണോ ഇന്ത്യൻ എക്സ്പ്രസ് ആണോ, ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം അറിയില്ല, ഒന്നും അറിയില്ല, ഏത് റീഡ് ചെയ്യണം. അങ്ങനെയുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത്, വെദർ ഇറ്റ്സ് ഇന്ത്യൻ എക്സ്പ്രസ് ഓർ ഹിന്ദു, അതെടുത്ത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുമോ ഇല്ലയോ? യെസ് ഓർ നോ? ആൻസർ ബി. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഉത്തരം എന്താ? ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ? ഇല്ല. അതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലെ? ആമിന, കിട്ടില്ല, ബെനിഫിറ്റ് കിട്ടില്ല അല്ലെ? സോ പിന്നെ എന്തിനാണ് നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ മാർച്ച് എൻഡായി, ഏപ്രിൽ മെയ് 2 മാസത്തേക്ക് നിങ്ങൾ എന്ത് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനാണ്? ബേസിക്കലി കറന്റ് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എക്സാം ഇപ്പൊ നടക്കുന്നത് എക്സാമ്പിൾ ജൂൺ 2025 ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 1 വർഷം മുമ്പ് വരെയുള്ള കറന്റ് അഫയേഴ്സ് എന്ന് വെച്ച് 2 വർഷം മുമ്പുള്ള കറന്റ് അഫയേഴ്സ് PSC ചോദിക്കൂല എന്നല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് പഠിക്കേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജൂൺ പിറകോട്ടേക്ക് പോവാ. അറ്റ്ലീസ്റ്റ് ജൂൺ 2024 മുതലുള്ള കറന്റ് അഫയേഴ്സ് മുതൽ എക്സാമിന്റെ 1 മാസം മുമ്പ് വരെയുള്ള കറന്റ് അഫയേഴ്സ് ആണ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് മിനിമം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്, ഏത് എക്സാമിനും നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൻസി. ഓക്കെ, ഇനി നിങ്ങൾ ജാനുവരി 2024 മുതൽ റീഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് സമയമില്ല, ദാറ്റ് ഈസ് ദി പ്രോബ്ലം അല്ലെ? സമയം ഉണ്ടെങ്കിൽ നമുക്ക് 2023, 2022 എല്ലാം റീഡ് ചെയ്യാം അല്ലെ? നമുക്കിവിടെ സമയത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട്, അതും നിങ്ങൾ കൺസിഡർ ചെയ്യാം അല്ലെ? സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ജാനുവരി 2024 മുതലുള്ള മന്ത്ലി കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞ ഓൾറെഡി നിങ്ങൾക്ക് തരും എന്നുള്ളത് അല്ലെ? ഈ ആഴ്ചത്തെ ജാനുവരി നിങ്ങൾക്ക് തന്നു, ഇനി അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് ഫെബ്രുവരിയുടെ തരും, ഓരോ ആഴ്ച ആകുമ്പോഴേക്ക് മാർച്ച്, ഏപ്രിൽ, അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും അല്ലെ? അതായത് എക്സാമിന്റെ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് വരെയുള്ളത്. PSC എക്സാമിന്റെ 1 മാസം മുമ്പ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എക്സാംസിനൊക്കെ. സോ ഇതുവരെ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ റീഡ് ചെയ്യരുത്. ബിക്കോസ് നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് എന്ത് റീഡ് ചെയ്യണം, എങ്ങനെ റീഡ് ചെയ്യണം, നിങ്ങളുടെ സമയം ഒരുപാട് എടുക്കും, മണ്ടത്തരമാണ്. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും പറയാണ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ഓക്കെ, നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയും, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പറയും, പക്ഷെ നിങ്ങൾ ചെയ്യരുത്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാം, എന്തിന്? നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലുവൻസി ഉണ്ടല്ലോ, അതൊക്കെ ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മുടെ റീഡിംഗ് എബിലിറ്റി അതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ദർ ഈസ് നോ പ്രോബ്ലം ഫോർ ഇറ്റ്. അത് റീഡ് ചെയ്യുമ്പോഴും സമയം ലിമിറ്റ് വെക്കുക, 1 മണിക്കൂറിന്റെ ഉള്ളിൽ, 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ റീഡ് ചെയ്യണം. ഈ റീഡ് ചെയ്യുമ്പോൾ നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് മന്ത്ലി മാഗസീനിൽ ആ മാസം നടന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾ ന്യൂസ് പേപ്പറിന് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചു, അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി 4 മണിക്കൂർ പോയി, 24 മണിക്കൂറേ ഉള്ളൂ അല്ലെ? അതിൽ 8 മണിക്കൂർ 10 മണിക്കൂർ നമ്മളെ ഉറക്കം കാര്യങ്ങളൊക്കെയാണ്. ബാക്കി 4 മണിക്കൂർ അങ്ങനെ സമയം വേസ്റ്റ് ആക്കരുത്. ബിക്കോസ് ഇതാണ് ഈ പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഫെയിൽഡ് ആയി പോവും. ഓക്കെ, ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കാം, ദർ ഈസ് നോ പ്രോബ്ലം. ബട്ട് ഓൺലി ഫോർ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ സ്കില്ല് എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലുവൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. നോട്ട് ഉണ്ടാക്കാൻ പാടില്ല. നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയം ഒരുപാട് പോവും. ആ നോട്ട് ഓൾറെഡി നിങ്ങൾക്ക് മന്ത്ലി മാഗസീനിൽ ആ മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ മന്ത്ലി മാഗസീനിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ എന്തിനാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നത്? പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, മെന്റർഷിപ്പ് സെക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് അല്ലെ കിട്ടിയില്ലെങ്കിൽ ഫെയിലർ ആവും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ന്യൂസ് പേപ്പറിന്റെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂസ് പേപ്പർ ഇതുവരെ റീഡ് ചെയ്യാത്ത അല്ലെങ്കിൽ റെഗുലർ ആയി റീഡ് ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലെ? ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികൾ, അവർ റെഗുലർ ആയിട്ട് റീഡ് ചെയ്യുന്നവരായിരിക്കും. അവർ റീഡ് ചെയ്തോ, നോ പ്രോബ്ലം. അവർക്ക് അറിയാം, ഓക്കെ, ഒരു ന്യൂസ് പേപ്പറിൽ ഇന്ന പേജ് നമുക്ക് വേണ്ട, ഇന്ന പേജ് വേണ്ട, ഇത് മാത്രം റീഡ് ചെയ്താൽ മതി, ഇത് മാത്രം. അവർക്ക് കാര്യങ്ങൾ അറിയാം. അവർ 1 മണിക്കൂറിനുള്ളിൽ കൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യും. പക്ഷേ ഇതുവരെ റീഡ് ചെയ്യാത്ത വ്യക്തികൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആവും, നിങ്ങൾ ഫെയിൽഡ് ആവും, ലിസ്റ്റിൽ വരില്ല. അത് മിസ് ഗൈഡൻസ് ആണ്. മനസ്സിലായോ? ന്യൂസ് പേപ്പറിന്റെ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്ലി മാഗസീൻ, ഓക്കെ, ഞാൻ തരുന്ന മന്ത്ലി മാഗസീൻ പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഓക്കെ, മസ്റ്റ്, എന്തായാലും ചെയ്യേണ്ട കാര്യം. പിന്നീട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക, ഓൺലി ടു ഇൻക്രീസ് യുവർ സ്പീക്കിംഗ് എബിലിറ്റി, സ്പീക്കിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹാബിറ്റ് ഇല്ലാത്ത ഒരാള് എക്സാമിന് വേണ്ടിയിട്ട്, KS എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാല് പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. ഓക്കെ, അതും ലിമിറ്റേഷൻ ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ റീഡ് ചെയ്യണം. റീഡ് ചെയ്യുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കാൻ പാടില്ല. ഈ നോട്ട്സ് മന്ത്ലി മാഗസീനിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് നമ്മൾ എക്സാം എപ്പോഴാണോ അതിന്റെ 1 വർഷം പിറകോട്ടുള്ള മുതൽ അപ് ടു എക്സാമിന്റെ 1 മാസം മുമ്പ് വരെയുള്ള, 1-1.5 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ? നിങ്ങൾ എന്താ ചെയ്യാൻ ഇനിയിപ്പോ ജൂലൈ 2024 ന്യൂസ് പേപ്പർ പോയിട്ട് എടുത്ത് വായിക്കുവോ? അല്ലെ? അതൊക്കെ മണ്ടത്തരമാണ് അല്ലെ? സോ ന്യൂസ് പേപ്പർ ഓൾറെഡി റീഡ് ചെയ്യുന്നവരാണെങ്കിൽ 2 കാറ്റഗറി ഉണ്ട്. സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, റീഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ റീഡ് ചെയ്തോളൂ, നോ പ്രോബ്ലം. നിങ്ങൾക്കറിയാം, 2 വർഷമൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് റീഡ് ചെയ്യണം, എന്ത് റീഡ് ചെയ്യണ്ട. 1 മണിക്കൂറിനുള്ളിൽ റീഡ് ചെയ്യാനുള്ള ഐഡിയ അവരുടെ കയ്യിലുണ്ട്. ഇതുവരെ റീഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ റീഡ് ചെയ്യരുത്. ഡോണ്ട് റീഡ് നൗ. നോട്ട്സും മേക്ക് ചെയ്യരുത്. ഓക്കെ, കറണ്ട് അഫയേഴ്സിന്റെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇന്ന് വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞാനിട്ട പോസ്റ്റിന്റെ താഴെ ഡൗട്ടുകൾ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ അതിന് ഓരോന്നോരോന്നായി മറുപടി പറയാം. രണ്ടാമത്തെ ഡൗട്ടാണ്, മാത്തമാറ്റിക്സിന് CSAT ലെവൽ പ്രിപ്പറേഷൻ വേണോ എന്നുള്ളത്. ഓക്കെ, കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ക്ലിയർ ആണ്. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സിന്റെ ഡൗട്ട് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയില്ല, ബിക്കോസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മെന്റർഷിപ്പ് സെക്ഷൻ കാണുക, കണ്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ വരാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇനി വീണ്ടും അതിന് ഉത്തരം ഉണ്ടാവില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാത്തമാറ്റിക്സിന് CSAT ലെവൽ പ്രിപ്പറേഷൻ ചെയ്യണോ? കഴിഞ്ഞ തവണ വെൻ ഡയഗ്രാംസും അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് ഇവിടെ 15 മാർക്കാണ് ഉള്ളത്. 15 മാർക്സ് അല്ലെ? മെയിൻസിനും അല്ലെ സെപ്പറേറ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ഒന്നുമില്ല. പ്രിലിംസിന് മാത്രം 15 മാർക്കിന് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഈ 15 മാർക്കിന് വേണ്ടിയിട്ട് CSAT ലെവൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതിൽ ഐ പേഴ്സണലി ഡിസഗ്രി ചെയ്യുന്നു. ബിക്കോസ് ബാക്കി 185 മാർക്ക് ഇപ്പുറത്ത് നിങ്ങളുടെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, 185 മാർക്ക്
മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്രം 50 മാർക്സ് ആണ് അല്ലെ? അപ്പോ ഈ മാത്തമാറ്റിക്സില് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പാടില്ല അല്ലെ? ഒരു എക്സാം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ 200 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 200-ൽ 200 അറ്റംപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 200-ൽ 200 മാർക്ക് ചെയ്തിട്ട് 200 മാർക്ക് കിട്ടണം എന്നല്ല. യു ഹാവ് ടു ലീവ് സം ക്വസ്റ്റ്യൻസ്. അത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് മാത്സ് പഠിക്കണ്ട എന്നല്ല. ഈ 15-ല് ഒരു 7 മാർക്ക് 8 മാർക്ക് കിട്ടേണ്ട രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ KS ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിന് 7 മാർക്ക് 8 മാർക്കൊക്കെ കുറച്ച് നോക്കിയവർക്കൊക്കെ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, 7 മാർക്സ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതേ മാർക്ക് നമുക്ക് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റണം. അല്ലാതെ മാത്സ് പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഹൈ ലെവൽ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് മാത്സ് ഇവിടെ 30-40 മാർക്കിനല്ല നമുക്കുള്ളത് അല്ലെ? സോ മാത്സ് പ്രിപ്പയർ ചെയ്യണം. ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യരുത്. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് കിട്ടണം. അപ്പോ ചെറിയ രീതിയിൽ നിങ്ങളുടെ മാത്സിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവണം. നമ്മൾ ഈ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ട്രഡീഷണൽ മെത്തേഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. 7 to 8 മാർക്സ് മാത്തമാറ്റിക്സിൽ കിട്ടുക. അല്ലാതെ വീണ്ടും എന്ത് ചെയ്യുക, മണ്ടത്തരം കാണിക്കരുത്. ഓക്കെ, ഇതാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവണം അല്ലെ? ഇവിടെ ഓരോരോ സബ്ജക്റ്റും എത്ര രീതിയിൽ അല്ലെ? നമ്മുടെ എക്സാമ്പിൾ 200-ല് ഐ ആം എക്സ്പെക്ടിങ് കട്ട് ഓഫ് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു 100 മാർക്കിന് മേളിലൊക്കെ വാങ്ങിക്കണം ഫോർ എ സേഫ് സ്കോർ. ഓക്കെ, ധൈര്യത്തോടെ നമുക്ക് മെയിൻസിന് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ല, ഞാൻ കട്ട് ഓഫ് 100 അല്ല കേട്ടോ പറയുന്നത്. ധൈര്യത്തോടെ നമുക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കഴിഞ്ഞ വർഷത്തെ ട്രെൻഡും കപ്പാസിറ്റി ഇത് വേക്കൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ 100+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് മൂവ് ചെയ്യാം അല്ലേ? സോ മാത്തമാറ്റിക്സിന് ഹൈ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സമയം ലാഭിക്കുക. ബിക്കോസ് ആ സമയം നിങ്ങൾ കൊണ്ടുപോയി മാത്സിനും അല്ലെങ്കിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും ഇട്ട് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലെ? 50 മാർക്കാണ് അവിടെ, 15 മാർക്കാണ് ഇവിടെ അല്ലെ? സിമ്പിൾ ഇതാണ് കേട്ടോ. സിമ്പിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു പേജ് വായിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇപ്പുറത്ത് അല്ലെ? ഇപ്പുറത്ത് നിങ്ങൾ ഒരു 10 പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പേജ് വായിച്ചാലോ 10 പേജ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് കിട്ടും. ഇവിടെ എന്ത് ചെയ്യാ, ഈ 1 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടുന്നതിനായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്, അല്ലാതെ ഇതിനായിരിക്കരുത്. മനസ്സിലായോ? ഇതും പഠിക്കണം, പക്ഷേ പ്രയോറിറ്റൈസേഷൻ ചെയ്യണം സബ്ജക്റ്റുകൾ. റൈറ്റ്. മാത്തമാറ്റിക്സിന്റെ ഡൗട്ടും അദ്വൈത ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇനി മാത്തമാറ്റിക്സിന്റെ പുറകെ ഓടി CSAT-ന്റെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് CSAT-ന്റെ കടുപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇഫ് യു ആർ എ UPSC ആസ്പിറൻസ് ഒക്കെ ചെയ്തോളൂ. നിങ്ങളൊരു KS ഉദ്യോഗാർത്ഥികൾ മാത്രമാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് പീപ്പിൾ ഉണ്ട്. ഒന്ന് UPSC ഉദ്യോഗാർത്ഥികൾ, ഓക്കെ. ഒന്ന് KS പിന്നെ കേരള PSCക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ. അവരെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, UPSC പ്രിപ്പയർ ചെയ്യുന്നവർ ഓക്കെ, അവർക്ക് ഈ പറഞ്ഞ പോലെ CSAT ഒക്കെ അവർക്ക് ചെയ്യണം. ഈ പറഞ്ഞ പോലെ പ്രിലിംസ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് അവർക്ക് ഓക്കെ, അവർ ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, മാത്സിന്റെ ഡൗട്ടും ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ അല്ലെ? സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. എവിടുന്നാണ് കൂടുതൽ പഠിച്ചാലും മാർക്ക് കിട്ടുക. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ മാത്സിൽ അല്ലെ, 15-ല് ഉറപ്പാണ്, 15 മാർക്കിൽ ഷുവർ ആണ്. നിങ്ങൾ കണ്ടോളൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും, കുറച്ച് ക്വസ്റ്റ്യൻ മീഡിയം ലെവലും ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇതിൽ ഈസി ക്വസ്റ്റ്യൻസും മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടണം. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം അല്ലെ? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ അവിടെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോ ഇല്ല. ഇറ്റ്സ് ക്ലിയർ റൈറ്റ്? മാത്തമാറ്റിക്സിന്റെ കാര്യവും ക്ലിയർ ആയി അല്ലെ? ഈസിയും മീഡിയത്തിലേക്ക് നമ്മളെ ഫോക്കസ് ഉണ്ടാവണം. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വരട്ടെ, ലീവ് ചെയ്യട്ടെ. യെസ്,
അടുത്തൊരു ചോദ്യം, ഡെയിലി ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഡെയിലി ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, എനിക്കറിയാം ഈ ലൈവ് കാണുന്നവർ മിക്കവാറും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ല അവർക്ക് ഈ പറഞ്ഞ പോലെ KS എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനൊക്കെയുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പൊ ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് അച്ചീവബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പലരുടെയും പ്രശ്നം ഇതാണ്. ഓക്കെ, അച്ചീവബിൾ, നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നമ്മളൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ആദ്യമായി പഠിക്കാൻ വരുന്നു. ആദ്യം തന്നെ നമുക്ക് പറ്റാത്ത രീതിയിൽ അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഇടും, ടൈം ടേബിൾ ഇങ്ങനെ ഇടും. ഭയങ്കര ടൈം ടേബിൾ ആയിരിക്കും, ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. 2 മണിക്കൂർ മാക്സ്, ഇത്. ഓക്കെ, അവസാനം ഒരു ദിവസം ടൈം ടേബിൾ തെറ്റും, രണ്ടാമത്തെ ദിവസം ടൈം ടേബിൾ തെറ്റും, പിന്നെ അങ്ങോട്ട് പഠിപ്പങ്ങ് നിൽക്കും. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തം സ്റ്റോപ്പ് ആവും, ഉറപ്പാണ്. പലർക്കും അപ് ടു 50-60% ഉദ്യോഗാർത്ഥികൾ ഇതാണ് സംഭവിക്കുന്നത്. ടൈം ടേബിൾ പ്ലാൻ ചെയ്യും, ഇടും, പക്ഷെങ്കിൽ എന്താ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ കുറയും, അല്ലെ? എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, പഠിത്തം അങ്ങ് നിൽക്കും. ഒരു 4-5 ദിവസം കഷ്ടം പഠിക്കും, അങ്ങോട്ട് നിൽക്കും, ഫുൾ പെൻഡിങ് ആവും. അതുകൊണ്ട് തന്നെ എപ്പോഴും അച്ചീവബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആദ്യത്തെ വീക്ക് നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് വീക്കാണ്. ഈ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ചൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് മന്ത്ലി മാഗസിൻ ജനുവരി റീഡ് ചെയ്യുക, അല്ലെ? അതെ. പിന്നെ രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ക്ലാസ് ലൈവ് ക്ലാസ് കാണുക, അതിനുശേഷം സ്പെക്ട്രം റീഡ് ചെയ്യുക. ഇത് 3 വർക്കുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതുപോലും ചെയ്യാൻ പറ്റാത്തവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, അല്ലെ? ഞാൻ തുറന്നു പറയാണ്, ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹേർട്ട്, നോ പ്രോബ്ലം. ഇതുപോലും ചെയ്യാൻ പറ്റാത്തവരാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അത് ഡിഫറെന്റ് കേസാണ്. ഈ 3 വർക്കും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. 1-2 ദിവസം ചെയ്തു, പിന്നെ ചെയ്തില്ല, അല്ലെ? ഈ വർക്ക് മന്ത്ലി മാഗസീൻ അല്ലേ, 50-60 പേജ് ആണ്. ഒരു ദിവസം ഒരു 10 പേജ് 12 പേജ് വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ലൈവ് ക്ലാസ് 1.5 മണിക്കൂറാണുള്ളത്, അല്ലെ? വളരെ ക്രെക്സ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ക്ലാസ്സിലുള്ളൂ, അല്ലെ? ക്രെക്സും അതേപോലെ തന്നെ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം. കണ്ടമാനം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് നമ്മൾ പോകുന്നില്ല. നമുക്ക് വേണ്ടത് മാത്രം ബൈ യൂസിങ് PYQ അപ്രോച്ച്. പിന്നീട് സ്പെക്ട്രത്തിൽ ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്, അല്ലെ? നിങ്ങൾ ഈ ചാപ്റ്റർ റീഡ് ചെയ്യണം, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ റീഡ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച്, അല്ലെ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഒന്നും കൂടി നിൽക്കും സ്പെക്ട്രം റീഡ് ചെയ്യുമ്പോൾ. ഇതായിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക്. ഇത് ഞാൻ പെർപ്പസ്ഫുള്ളി തന്ന വർക്ക് തന്നെയാണ്. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ KS ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു വർക്കാണ്, ചെറിയ ടാർഗറ്റുകളാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ എന്ത് ചെയ്യും? അടുത്ത ആഴ്ച മുതൽ മേ ബി 2 സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഒരേ സമയം എടുത്തു പോകും. ജോഗ്രഫി എടുത്തു പോകും, അതിന്റെ കൂടെ മോഡേൺ ഹിസ്റ്ററിന് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടിയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ അറിയാം. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ജോഗ്രഫിയുടെ ക്ലാസ്സും എടുത്തു പോകും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫെബ്രുവരിയുടെ കറണ്ട് അഫയേഴ്സ് തരും, വീക്കിലി ഇംഗ്ലീഷിന്റെ ക്ലാസ് വരും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓവർ ബേർഡൻ ആവും, അല്ലെ? അപ്പൊ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒരു കൂൾ ഓഫ് പീരീഡ് ആണ്, ഒരു കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് വരണം. യഥാർത്ഥത്തിൽ ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു മൊമെന്റം കീപ്പ് ചെയ്തിട്ട്, അല്ലെ? ഫസ്റ്റത്തെ വീക്കിൽ നിങ്ങൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ പഠിക്കണം, അടുത്ത വീക്കിൽ ഒരു 6 മണിക്കൂർ പഠിക്കണം, അല്ലെ? അങ്ങനെ ഗ്രാജുവലി നിങ്ങൾ ടൈം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഫസ്റ്റ് ദിവസം തന്നെ 8 മണിക്കൂർ 9 മണിക്കൂറാണ്, ഞാൻ ഇന്ന് 8 മണിക്കൂർ പഠിക്കും, ഒരു കാര്യമില്ല. രണ്ടാമത്തെ ദിവസം നിങ്ങൾ മേ ബി പഠിക്കുമായിരിക്കും, മൂന്നാമത്തെ ദിവസം നിങ്ങൾ അതിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോവായിരിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ പോയിരിക്കും, അല്ലെ? അതിലല്ല കാര്യം. 4 മണിക്കൂർ ദിവസം, ഇപ്പൊ നിങ്ങൾ 4-5 മണിക്കൂർ മിനിമം പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നണം, ബാക്കി നാളെ എനിക്ക് ഇത് കുറച്ചുകൂടി പഠിക്കാനുണ്ട്, അല്ലെ? സമയം കുറച്ച് പഠിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. ഒറ്റയടിക്ക് എല്ലാം എടുത്ത് തലയിൽ കയറ്റി പിന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർമാൻ ആവാൻ നമുക്ക് പറ്റില്ല. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അച്ചീവബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കം ടു ദ പോയിന്റ്, നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിനും മലയാളത്തിനും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് നമുക്ക് അടുത്ത വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ അപ്രോച്ച് നമുക്ക് ചെയ്യാം. എന്നാലും അച്ചീവബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ, നിങ്ങളുടെ ഒരു ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത്, ഓക്കെ, ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാക്ട്ലി ടൈം ടേബിൾ ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് വൺ, ഇംഗ്ലീഷിനും മലയാളത്തിനും
ഡെയിലി നിങ്ങൾ പഠിക്കണം. ഡെയിലി. ഓക്കെ, ഒരു ദിവസം ഇംഗ്ലീഷ് മാത്രം പഠിക്കുക. മൺഡേ ഇംഗ്ലീഷ് പഠിക്കുക. ട്യൂസ്ഡേ എന്ത് ചെയ്യുക? മലയാളം പഠിക്കുക. മൺഡേ പഠിച്ച് ഇംഗ്ലീഷ് സ്പീഡിൽ റിവിഷൻ ചെയ്യുക. വെനസ്ഡേ എന്ത് ചെയ്യുക? ഇംഗ്ലീഷും മലയാളവും കഴിഞ്ഞ ദിവസം പഠിച്ചത് റിവിഷൻ ചെയ്യുക. തേഴ്സ്ഡേ എന്ത് ചെയ്യുക? വീണ്ടും ഇംഗ്ലീഷ് പഠിക്കുക. അങ്ങനെ ഒരു ദിവസം 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇംഗ്ലീഷും മലയാളത്തിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. 50 മാർക്സിൽ 35 മാർക്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ കിട്ടണം. പ്ലാനിങ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, ഇംഗ്ലീഷ് മലയാളം സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. മാത്സും അതിന്റെ ഉള്ളിൽ നമുക്ക് ചേർക്കണം. ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷും മലയാളം വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എനിക്കറിയാം മിക്കവരും നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുക അപ്പൊ മാത്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണ്. എല്ലാം നമുക്ക് ഒറ്റയടിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷും മലയാളത്തിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 2 മണിക്കൂർ 1.5 മണിക്കൂർ അതിന്റെ സമയം കൊടുക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിക് പോർഷൻ. സ്റ്റാറ്റിക് പോർഷൻ മീൻസ് നമ്മളിപ്പം പഠിക്കുന്നത് മോഡേൺ ഹിസ്റ്ററി ആണ് അല്ലെ. മോഡേൺ ഹിസ്റ്ററി നമ്മുടെ ക്ലാസ്സും കാണുക, നിങ്ങൾ സ്പെക്ട്രം ബുക്കും റീഡ് ചെയ്യുക. സ്റ്റാറ്റിക് പോർഷൻസ് ഒരു 2 മണിക്കൂർ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ. ക്ലാസ്സും കാണുക, ആ സമയത്ത് തന്നെ 1.5 എക്സിലോ അല്ലെങ്കിൽ റെക്കോർഡോ ലൈവോ എങ്ങനെയെങ്കിലും ക്ലാസ്സും കാണുക. അതിനുശേഷം സ്റ്റാറ്റിക് പോർഷനും സ്റ്റാറ്റിക് പോർഷൻ നിങ്ങൾ പഠിക്കുക. അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സും പഠിക്കണം. ഓക്കെ, KSന്റെ പേപ്പർ ഐ ആം എക്സ്പെക്ടിങ് ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് കാണാനുണ്ടാവും. ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അല്ലെ. അതിന്റെ മന്ത്ലി മാഗസീനും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും പെയ്ഡ് ബാച്ച് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് മന്ത്ലി മാഗസീൻ ഒക്കെ കേരള PSCക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ക്രക്സ് ആക്കിയിട്ട് ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, മാനുഫാക്ചർ ചെയ്തതാണ്. മാനുഫാക്ചർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ബിൽഡ് എന്തായാലും അല്ലെ, ക്രക്സ് ആയിട്ടാണ്, അത്രയും ക്രക്സ് ആയിട്ടാണ് മന്ത്ലി മാഗസീൻ ഒക്കെ ഉള്ളത്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം പഠിക്കുക, വേറൊന്നും ചെയ്യണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അല്ലെ. മോഡേൺ ഹിസ്റ്ററിയുടെ ക്ലാസ് കിട്ടുന്നുണ്ട്, സ്പെക്ട്രത്തിലെ ചാപ്റ്റർ ഇത്ര വേണമെന്ന് പറയുന്നുണ്ട് അല്ലെ. ഓൺലി സ്റ്റഡി. ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ഐഡിയൽ ടൈം ടേബിൾ ഫോർ ദി അപ്കമിങ് വീക്ക്. ഇത് ഇനി ഗ്രാജുവൽ അടുത്ത വീക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ മോഡേൺ ഹിസ്റ്ററി ഇന്ത്യയുടെ കൂടെ നമ്മൾ പതുക്കെ ജോഗ്രഫി ഒക്കെ തുടങ്ങണം. കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാവേണ്ടത്. സോ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അച്ചീവബിൾ ആയിരിക്കണം. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിൾ. ചുമ്മാ അൺഅച്ചീവബിൾ ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും. ബൂസ്റ്റ് ആവില്ല, കോൺഫിഡൻസ് കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്യും, വേറെ പരിപാടിക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇതാണ് നിങ്ങളുടെ ഒരു ഐഡിയൽ ടൈം ടേബിൾ. ഓക്കെ, ഞാൻ ഇപ്പോ രാവിലെ 8 മണി മുതൽ 10 മണി വരെ ആ ടൈം കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏർലി ബേൺ ആണ്, നിങ്ങൾ രാവിലെ എണീക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ രാത്രി പഠിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളുടെ ഒരു ഐഡിയൽ ഡെയിലി ടൈം ടേബിൾ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ നമ്മളതിൽ മാസ്റ്റർ ആയി വരും. എന്ത് ചെയ്യണം? നമുക്ക് മോഡേൺ ഹിസ്റ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഒക്കെ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, മോഡേൺ ഹിസ്റ്ററിയുടെ കേസിൽ ഒരു 25 മാർക്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ പറയാം. ഓക്കെ, എപ്പോഴാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പോ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പെയ്ഡ് ബാച്ചിൽ മുനവരെ നെഗറ്റീവ് മാർക്സ് ഒക്കെ എല്ലാ എക്സാമിനും ഉണ്ട്. അങ്ങനെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാം ഉണ്ടോ? മന്ത്ലി മാഗസീൻ ഏതാ റെഫർ ചെയ്യേണ്ടത്? ലാ ഫോഴ്സിയുടെ മന്ത്ലി മാഗസീൻ ചാനലിൽ ഇടുന്നുണ്ടല്ലോ അദ്വൈത്. നമ്മുടെ തന്നെ മന്ത്ലി മാഗസീൻ ഇടുന്നുണ്ട്. ഓക്കെ, ജാനുവരിയുടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്ക് ഫെബ്രുവരി ആവും. മാർച്ചിന്റെ ഓൾറെഡി ഒരു മോഡൽ റെഫറൻസ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഫയൽ എടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അതായത് സബ്ജക്ട് വൈസ് ആണ്. പൊളിറ്റിയുടെ കറണ്ട് അഫയേഴ്സ്, എക്കണമിയുടെ കറണ്ട് അഫയേഴ്സ്, ഇന്റർനാഷണൽ റിലേഷന്റെ കറണ്ട് അഫയേഴ്സ്. ആ മാസം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ എക്സാം പെർസ്പെക്ടീവിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് മന്ത്ലി മാഗസീനിൽ. നിങ്ങൾ നോക്കൂ പോയിട്ട്, ചുമ്മാ പറയല്ല. ഇനിയിപ്പോ നിങ്ങൾ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക?
ക്ലാസ്സസ് 3-4 മണിക്കൂറിന്റെ ക്ലാസ്സസ് ആയിരിക്കും അല്ലെ. അതും ഒരു ക്ലാസ് മാത്രമായിരിക്കില്ല, മേ ബി 2 ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം, അതായത് യു വിൽ ബിക്കം ഓവർ ബർഡൻഡ്. ഓക്കെ, ബിക്കോസ് ലിമിറ്റഡ് ടൈമേ നിങ്ങൾക്കുള്ളൂ അല്ലെ. നിങ്ങൾ ഒരു വർഷം മുമ്പേ പ്രിപ്പയർ ചെയ്യാണ്, പതുക്കെ 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 തുടങ്ങിയാൽ മതി. ഇപ്പൊ നിങ്ങൾ പെയ്ഡിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അൺഅച്ചീവബിൾ അല്ലെ. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ആഴ്ചയിലൊക്കെ കുറച്ച് ചെറിയ ക്ലാസ്, ചെറിയ ടാർഗറ്റുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ലൈവ് ക്ലാസ്സും കാണലും മാത്രമല്ല, യു ഹാവ് ടു സ്റ്റഡി യുവർ സെൽഫ് അല്ലെ. നിങ്ങളുടെ രീതിയിൽ സ്വയം പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം അല്ലെ. അപ്പൊ അതിന്റെ സമയം നിങ്ങൾ കണ്ടെത്തണം. അതവിടെ ആക്കട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളുടെ സംശയം പറയൂ. 3 minutes ഫോർ യുവർ ഡൗട്ട്. ഇത് ഫസ്റ്റ് മെന്റർഷിപ്പ് സെക്ഷൻ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മെന്റർഷിപ്പ് സെക്ഷൻ വെക്കാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് മെന്റർഷിപ്പ് സെക്ഷൻ വെക്കാം. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഒരു മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് മെന്റർഷിപ്പ് സെക്ഷൻ കൊണ്ടുപോകാം. മുനവ്വിർ, നെഗറ്റീവ് മാർക്ക് റേഷ്യോ UPSC പോലെയാണോ? ഇതൊക്കെ സില്ലി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മുനവ്വിർ. നെഗറ്റീവ് മാർക്കൊക്കെ PSCയുടെ എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല മുനവ്വിർ? ഇല്ല. ഓക്കെ, 1/3. ഓക്കെ, 1/3 ആണ് PSCയുടെ. കയ്യിലുണ്ടാവേണ്ട ബുക്സ് ഏതൊക്കെയാണ്? അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് ഒരു ഇമേജ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഫയൽസ് പോവാ, മീഡിയ പോവാ, തപ്പിയെടുക്കുക. ഓക്കെ, നെഗറ്റീവ് മാർക്സ് UPSC പോലെയാണോ? UPSC പോലെ തന്നെ 1/3 ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്, അതിന്റെ 1/3. സോ ഞാൻ പറഞ്ഞ പോലെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണം, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, പ്രിലിംസിന്റെ 1000 എത്തിപ്പെടണം അല്ലെ. ഈ 1000 എത്തിപ്പെടാന്ന് പറഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇറ്റ് ഈസ് പോസിബിൾ. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 1000 നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, ഐ ആം എക്സ്പെക്ടിങ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് ഒരു 800 to 1000 സംതിങ് ആയിരിക്കും. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് 11 വേക്കൻസി പ്ലസ് 11 വേക്കൻസിയാണ് നിലവിലുള്ളത്. ചെറിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ 1000 നമുക്ക് എത്തിപ്പെടണം അല്ലെ. ഈ 1000 എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ദർ ഈസ് 4 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഫോർ അവർ മെയിൻസ് പ്രിപ്പറേഷൻ അല്ലെ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ പ്രിലിംസിനെ കൊടുക്കുക. പ്രിലിംസിന്റെ രീതിയിൽ നമുക്ക് പ്രിലിംസ് ക്ലാക്ക് ചെയ്യണം അല്ലെ. ഈ 1000 എത്തിപ്പെടണം. കുറച്ച് പ്രിലിംസിന് ഫോക്കസ് ചെയ്യേണ്ടതെന്നല്ല, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ലൈവ് ആയിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതാറുണ്ട് അല്ലെ. നിങ്ങളൊന്ന് ഫെമിലിയർ ആക്കേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്നൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ മെയിൻസിന് തുടങ്ങാം, മെയിൻസിന് എഴുതാം, ഒട്ടും നോക്കണ്ടെന്നല്ല. പക്ഷെ നമുക്കിവിടെ മെയിൻസിന് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, 4 months ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്, അവിടെ കൂടുതൽ സമയം നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ 1000 എത്തിപ്പെടണം. ഈ 1000 എത്തിപ്പെട്ടിട്ട് മെയിൻസ് എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ, മെയിൻസ് എഴുതാനുള്ള ഒരു എന്താ പറയാന് ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം അല്ലെ. അതിന് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഓൾറെഡി പറഞ്ഞു. പേപ്പർ 1 പേപ്പർ 2 ഉണ്ട് 100 മാർക്സ് അല്ലെ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, 200 100+ മാർക്ക് വാങ്ങിയിട്ട് നമ്മുടെ മെയിൻസിന് നമ്മൾ ഉറപ്പിക്കണം അല്ലെ. ഒരു KS ഓഫീസർ ആവണം നമ്മൾ. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആയി തോന്നും. ഇറ്റ് ഈസ് പോസിബിൾ. പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഫസ്റ്റ് മെന്റർഷിപ്പ് സെക്ഷൻ ആണ്. നമുക്ക് ഇനിയും മെന്റർഷിപ്പ് സെക്ഷൻ വീക്കിൽ അല്ലെ 2 വീക്ക് 3 വീക്ക് കൂടുമ്പോൾ വെക്കാം. ഓക്കെ, സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്താണ്. ഡെയിലി ടൈം ടേബിളിന്റെ കാര്യം പറഞ്ഞു, ന്യൂസ് പേപ്പറിന്റെ കാര്യം പറഞ്ഞു.
സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ, മാത്തമാറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, മെന്റർഷിപ്പ് സെക്ഷൻ ആയിട്ട്. ആൻഡ് യുവർ ഡ്യൂട്ടി അല്ല, എവറിത്തിങ് ഈസ് ഗിവൺ ബൈ മീ അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. യുവർ ഡ്യൂട്ടി ഈസ് ടു സ്റ്റഡി അല്ലെ, സ്റ്റഡി. ഈ സ്റ്റഡി ചെയ്യേണ്ട കാര്യവും അതിൽ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അച്ചീവബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കണം ഉണ്ടാവേണ്ടത്, അൺഅച്ചീവബിൾ ആവാൻ പാടില്ല. ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. പതുക്കെ നമ്മൾ മാസ്റ്റർ ആയി വരും അല്ലെ, ഒറ്റയടിക്ക് നമ്മൾ സൂപ്പർമാന് മാസ്റ്റർ ആവില്ല, ശ്രദ്ധിക്കുക. കർപ്പിഡം ന്യൂ മെമ്പർ ആണല്ലോ ഗ്രൂപ്പിൽ. ആരാണ് ന്യൂ മെമ്പർ? കർപ്പിഡിയും. ആ, ലൈവ് ക്ലാസ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുമ്പോഴാണ്. ആ, ശരിയാണ് മുസിന. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? കർപ്പിഡിയം മെന്റർഷിപ്പ് സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് വീഡിയോ പോയി കാണുക. ഓക്കെ, ലൈവ് ഫസ്റ്റത്തെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓറിയന്റേഷൻ പോയി ക്ലാസ് കാണുക. രണ്ടാമത്തെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും പോയി കാണുക. അതിനുശേഷം നമ്മുടെ മോഡേൺ ഹിസ്റ്ററി, നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. മോഡേൺ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നിലവിൽ. ആ, മൂസിന ശരിയാണ്. ലൈവ് ക്ലാസ് ഒരു തവണ 2 തവണ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ജസ്റ്റ് ഒരു അർജൻസി വന്നിട്ട് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്നിരുന്നാലും ഞാൻ അപ്പം തന്നെ ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. ഓക്കെ, ഓൺ ദ പ്രോസസ് തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ല, യൂട്യൂബിൽ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വീണ്ടും റെക്കോർഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ PDF നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഐ ആം ക്ലിയറിംഗ് മൈ പാർട്ട്. യുവർ ഡ്യൂട്ടി ഈസ് ടു സ്റ്റഡി. ലൈവ് ഈസ് ബെറ്റർ ദൻ. ഓക്കെ, ശരിയാണ്, ലൈവ് ഈസ് ബെറ്റർ ദൻ റെക്കോർഡഡ് ക്ലാസ്. കാർപീഡിയം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഫൗണ്ടേഷൻ ക്ലാസ് 1, ഫൗണ്ടേഷൻ ക്ലാസ് 2 കാണുക. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അദ്വൈത് ഇന്ററാക്റ്റീവ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുടെ പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പ്രിലിംസ് പെർസ്പെക്ടീവിൽ നമ്മൾ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ PYക്ക് നോക്ക് പോയിട്ട്. ഇനി നമുക്ക് മെയിൻസ് പെർസ്പെക്ടീവിൽ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സിമ്പിൾ ആണ്. ഈ റയത്വാരി, മഹൽവാരി സിസ്റ്റം, അതേപോലെ തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഒക്കെ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ വരുന്നുണ്ടല്ലോ. പിന്നീട് INCയുടെ ഫോർമേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും അത് നമുക്ക് സ്പീഡിൽ കവർ ചെയ്ത് പോവാം. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. വാർ. സോ ഐ തിങ്ക് ഇന്നത്തെ മെന്റർഷിപ്പ് സെഷൻ ഇത് മതിയല്ലോ അല്ലെ? ടെസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ എല്ലാം വായിച്ചു പോകണ്ടല്ലോ. സോ എക്സാക്ട് ക്വസ്റ്റ്യൻ റെഫർ ചെയ്യണ്ടേ? അദ്വൈത് ബാബു, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ലാസ് ഈസ് ഇന്നഫ്. പക്ഷെ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും അല്ലെ? നിങ്ങൾക്ക് സ്വയം തോന്നുമോ ഞാനൊരു സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കുന്നുണ്ട്. എല്ലാം വായിച്ചു പോകണ്ടല്ലോ. എല്ലാം വായിച്ചു പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, സ്പെക്ട്രത്തിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഒന്നും നമുക്ക് ഒരു ആവശ്യമില്ല. സോഴ്സസ് ഓഫ് ദി മോഡേൺ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെക്ട്രത്തിലെ കുറെ ചാപ്റ്റേഴ്സ് UPSC ആസ്പിറൻസിന് പോലും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതില് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ പെൻസിൽ കൊണ്ട് റീഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്ന സമയത്ത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഓ, ഇങ്ങനെയാണല്ലേ. ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ബൂസ്റ്റ് ആവും. ഓക്കെ, ഐ ആം ഓൾസോ റീഡിങ് എ സ്റ്റാൻഡേർഡ് ബുക്ക് എന്നുള്ള രീതിയിൽ. പിന്നീട് പ്രിന്റബിൾ ഫോർമാറ്റിൽ ഞാൻ തരുന്ന PDF കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പേപ്പർ ഞാൻ തരുന്ന ഇതുണ്ടല്ലോ, പേജ് ഉണ്ടല്ലോ, റിവിഷൻ പേജ്, മൈൻഡ് മാപ്പ്, അത് നിങ്ങൾ സൂം ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇത് ചെയ്യുന്നവരുണ്ടാവും. സൂം ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ബിക്കോസ് അത് ടൈപ്പ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾ എത്ര സൂം ചെയ്താലും ക്ലിയറിറ്റിയിൽ ഒരു കുറവും ഉണ്ടാവില്ല. സൂം ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, അത് കൊണ്ടുപോയി അഡോബിൽ ഇടുക, എന്നിട്ട് PDF ആക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. ലാപ്ടോപ്പ് ഒക്കെ ഉള്ളവർ പ്രിന്റ് എടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ലാപ്ടോപ്പിൽ തന്നെ ഇട്ട് റീഡ് ചെയ്താൽ മതി, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഡിജിറ്റൽ നോട്ടാക്കി എടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ മെന്റർഷിപ്പ് സെക്ഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്താ, സൺഡേയിൽ, ഓക്കെ, ഞായറാഴ്ച അത് കോമ്പൻസേറ്റ് ചെയ്യാം, ഇന്നത്തെ മോഡേൺ ഹിസ്റ്ററിയുടെ ക്ലാസ്. ഓക്കെ, സോ ഐ തിങ്ക് ബാക്കി സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞത്
ശ്രദ്ധിക്കുക, കേൾക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെ, പഠിത്തം മാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ചുമ്മാ എന്തെങ്കിലും പഠിച്ചു പോയാൽ പോരാ, അല്ലെ. സോ ഫസ്റ്റ് മെന്റർഷിപ്പ് ക്ലാസ് ഈസ് ഓവർ. നമുക്ക് അടുത്ത മെന്റർഷിപ്പ് സെഷനിൽ കാണാം. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സസിലെ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇന്ന് ക്ലാസ്സസ് ഇല്ല, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഞായറാഴ്ച കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, സോ ബുക്കിൽ സ്പെക്ട്രത്തിൽ എന്തെങ്കിലും റീഡ് ചെയ്യാനുണ്ടെങ്കിൽ റീഡ് ചെയ്യുക, ബാക്ക്ലോഗുകൾ തീർക്കുക. മലയാളം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ മലയാളം ഇംഗ്ലീഷിന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ സജഷൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ്, ഓക്കെ, ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്നുള്ള ടെലിഗ്രാം ചാനൽ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആണ്. പെയ്ഡ് രീതിയിലുള്ള ഫ്രീ കണ്ടന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരിക്കലും അതിന് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കേണ്ട, നല്ല കണ്ടന്റ് ആണ്, ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് ലൈവ് ഓഡിയോ ക്ലാസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ PDF ഉണ്ട്. ഓഡിയോ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ആ PDF ജസ്റ്റ് യൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 60 or 70 ഡേയ്സ് ആയിട്ട് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, Day 1 മുതലുള്ള നോക്കുക. ഓക്കെ, അത് മെർജ് ചെയ്ത് എല്ലാം ചെയ്ത് അവർ ഇടുന്നുണ്ട്, അപ്പൊ അത് നോക്കുക. അതേപോലെ തന്നെ മലയാളത്തിന് ഫസ്റ്റ് ബെൽ മലയാളം എന്നുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് മേക്ക് യൂസ് ചെയ്യാം കേട്ടോ. PDF, അതിലും PDF ക്ലാസ്സസ് ആണ്, ഓഡിയോ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ് കാണാൻ സമയമില്ലെങ്കിൽ PDF മാത്രം പഠിക്കാം. ഓക്കെ, മലയാളത്തിന്റെ ഒക്കെ. സോ ഈ 2 ചാനലും നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അവിടെ നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ സജഷൻ ചെയ്യുന്നതാണ്, യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇത്ര മതി, ബാക്കി അടുത്ത മെന്റർഷിപ്പ് ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. താങ്ക് യു.